ഗട്ട് വീക്കാണെന്ന്, നമ്മളും വീക്കും. അപ്പോൾ ഗട്ട് വീക്കാൻ എന്താ കാരണം? ഹൈലി പ്രോസസ്ഡ്, ഇന്ന് നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഹൈലി പ്രോസസ്ഡ് ഫുഡ്. അതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് വയറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ആസിഡ് ഇത്രയൊന്നും ആസിഡ് ഉണ്ടെങ്കിൽ ഇതിനെയൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വേറെ പല രൂപത്തിലേക്ക് അതങ്ങ് പോകും. അപ്പോൾ ഇത് ദഹിക്കാതെ, വേണ്ട രീതിയിൽ ദഹിക്കാതെ താഴോട്ട് അതിൻ്റെ സമയം കഴിയുമ്പോൾ അത് ചെറുകുടലിൽ ചെല്ലും. ചെറുകുടലിനെ പ്രത്യേകിച്ച് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ ഈ മോളിക്യൂൾസായിട്ട് മാറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് വൻകുടലിൽ ചെല്ലും. ഈ ബാക്ടീരിയകൾക്കും അതിനാവശ്യമുള്ള ഫുഡ് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? ഈ കൗണ്ട് കുറയാൻ തുടങ്ങും. ബാക്ടീരിയയുടെ കൗണ്ട് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ വൻകുടലിൻ്റെ ശേഷി കുറയും. ശേഷി കുറയുമ്പോൾ വൻകുടൽ എന്ന് പറയുന്നത് ശരിക്കും അത് വലിയൊരു മെഷീനാണ്. ഇതിനകത്തൂടെ നമ്മുടെ ബോഡിയിലുള്ള പല വേസ്റ്റും പുറത്ത് വരുന്ന സ്ഥലവുമാണ്. പക്ഷേ ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പം വെളിയിൽ നിന്നുള്ള വേസ്റ്റ് അകത്തോട്ട് കയറാൻ തുടങ്ങും. വെളിയിൽ എന്ത് വേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലെ എല്ലാ വേസ്റ്റും കൊണ്ടു ചെല്ലും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ നമ്മൾ ആ വായുവും ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയും എയറോഫാജിയ. അപ്പോൾ ചുമ്മാ ഇരുന്ന് വിഴുങ്ങിയാലും എയറല്ലേ വിഴുങ്ങുന്നത്. ആ വായു ആഹാരത്തിൻ്റെ കൂടെ ചെല്ലും. ആ വായുവിൽ സകല വൃത്തികേടും, അന്തരീക്ഷത്തിലെ സകല വൃത്തികേടും, സകല ബാക്ടീരിയയും സകല വൈറസും എല്ലാം ഉണ്ട്. അത് നേരെ കുടലിൽ ചെല്ലും. ഇനിയും ഹെവി മെറ്റൽസ്, ടോക്സിൻസ് എല്ലാം ഉണ്ട്. വൻകുടലിൽ ചെല്ലുമ്പോൾ നോർമലി ഇവിടെ കൂടെ ആർക്കും ഒന്നും എൻട്രി ഒന്നുമില്ല. പക്ഷേ ഇത് വീക്കായി കഴിയുമ്പോൾ, ഈ ടിഷ്യൂസ് വീക്കാകുമ്പം വെളിയിൽ നിന്ന് അകത്തോട്ട് ലീക്ക് ചെയ്യാൻ തുടങ്ങും. വേണ്ടാത്തതൊക്കെ അകത്തോട്ട് വലിഞ്ഞു കയറും. അകത്തോട്ട് വലിഞ്ഞു കയറുമ്പോഴാണ് നമ്മുടെ പ്രതിരോധ ശേഷി ഭയങ്കരമായിട്ട് അലർട്ടായിട്ട് നമ്മളെ ശല്യപ്പെടുത്താൻ തുടങ്ങും. ഈ ശല്യമാണ് നമുക്ക് പലപ്പോഴും പല റിയാക്ഷൻസ് തരും. പലപ്പോഴും നമ്മൾ വയറ്റിൽ ഗ്യാസ് എന്ന് പറയും, വയറെരിച്ചിലെന്ന് പറയും, ആര് കമ്പിതമാണെന്ന് പറയും, ഇന്ന ഫുഡ് കഴിച്ചാൽ എനിക്ക് പ്രശ്നമാണെന്ന് പറയും. ഈ പല രീതിയിൽ വരുമ്പോഴും ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണ്. ചിലപ്പം മോഷൻ ശരിക്കും പോകുന്നില്ല. ഒന്നുകിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ലൂസ് മോഷനായിട്ട് വരാം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ കുറേ മരുന്നുകൾ കൊടുക്കും. പക്ഷേ മരുന്നുകൾ കൊണ്ട് ഈ ബാക്ടീരിയകളെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഈ മരുന്നുകൾ കൊണ്ട് ഇവിടുത്തെ ഫ്ലോറയോ അല്ലെങ്കിൽ ഇവിടുത്തെ pH കറക്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. അപ്പം അതിന് വേണ്ടുന്ന പല ഘടകങ്ങൾ, ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇത് കൊടുക്കാനാണ് നമുക്ക് പലപ്പോഴും ഇന്ന് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസമോ 2 ദിവസമോ കുറച്ച് മാസങ്ങളോ നിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് വർഷങ്ങളോളം പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന പോലെ ഏറ്റവും ആദ്യം വരുന്നത്, ഇപ്പോൾ ക്യാൻസർ എന്നുള്ള ഞാൻ പേര് പറഞ്ഞെങ്കിൽ പോലും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇന്ന് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട്. റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, സോറിയാസിസ് തുടങ്ങിയ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് തുടങ്ങിയ പല രോഗങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രതിരോധ ശേഷി നമുക്കെതിരെ നിൽക്കുന്ന രോഗങ്ങൾ. ഈ രോഗങ്ങളെല്ലാം വരാൻ തുടങ്ങും. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയയുടെ കൗണ്ട് കുറയുമ്പോൾ ഫംഗസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും.